ചിന്നു എവിടെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ പായസം ഉണ്ടാക്കലാണ് ഞങ്ങളിതാ. പിന്നെ പൊന്നൂസിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണ്ടെന്ന്. കുറച്ച് സാധനങ്ങള് ഒക്കെ കാണാം. 1 മണിക്കാണ് ഇന്നലെ രാത്രി 1 മണിക്ക് കേക്കാക്കി വെച്ചതാണ്. ജോള് പറഞ്ഞിട്ട് ജോള് കണ്ടിട്ടില്ല ഗിഫ്റ്റ് പാക്കിങ്. ചോദിക്കുന്നുണ്ട് എന്താ റിബൺ എന്താ ഇവിടെ, ടാപ്പ് കൊടുന്ന് വെച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കല്യാണം ഉണ്ട്, നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് കല്യാണത്തിന് പോകാം. കല്യാണത്തിന് പോയി വന്നിട്ട് കൊടുക്കാം. നമ്മളെ പൂച്ചക്കുട്ടികളെ പുറത്തേക്ക് ഇറക്കിക്കണം കേട്ടോ. വാർപ്പിൻ്റെ കാലത്ത് പൂച്ചക്കുട്ടികളെ പുറത്തേക്ക് ഇറക്കി. ചിന്നു എവിടെന്ന് ചിഞ്ചു ചിഞ്ചു എവിടെ എവിടെയായിരുന്നു? ബർത്ത്ഡേകൾ ഇവിടെ ഓരോരുത്തരുടെ മെസ്സേജ്, ഓരോരുത്തർ വിശ്വസിന് മറുപടി കൊടുക്കുകയാണ്. ആരൊക്കെ എനിക്ക് ബർത്ത്ഡേ വിശ്വസ് അയച്ച്? എൻ്റെ ഫ്രണ്ട്സോ പിന്നെ പപ്പിയും ടീച്ചറൊക്കെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഐഷാറിംഷ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ടീച്ചർ എഴുതിയത് ഹാപ്പി ബർത്ത്ഡേ മോൾ എന്നാണ് കേട്ടോ. ഞാൻ മറന്നു. താങ്ക് യു ടീച്ചർ. ബർത്ത്ഡേ ഗേൾ പിണങ്ങിയിരിക്കണേ. ബർത്ത്ഡേ ഗേൾ പിണക്കത്തിലാണ്. ഉണ്ടാക്കാണെ മുഖം നോക്കാണ്. ഇതൊക്കെ ഉണ്ടാക്കണ്ട, എല്ലാവരും കണ്ടോളി. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ഒന്നും ആരും കൊടുത്തില്ല. അതിന്റെ പിണക്കത്തിലാണ്, സങ്കടത്തിലാണ്. ബർത്ത്ഡേക്ക് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോലെ ഇന്ന് ഫുഡ്. ഇവിടെ ബർത്ത്ഡേ ആയതുകൊണ്ട്, പൊന്നച്ചൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഫുഡ് പുറത്ത്. കല്യാണം വരുന്നേ. ഞങ്ങള് പോയി വരാം. ഓരോരുത്തർക്ക് പോയി വരണ്ടതാ. കല്യാണം കഴിഞ്ഞ് വന്ന പൊന്നൂസിന് ഉറക്കം വന്നിക്കണ്. ബർത്ത്ഡേക്കാളിന് ഉറക്കം വന്നിക്കണ്. പിന്നെ ഉറങ്ങി തൂങ്ങണ്. അപ്പൊ ബർത്ത്ഡേ കല്യാണം കഴിഞ്ഞ് വന്ന് പായസം കുടിക്കാം. പായസം കുടിക്കുക. ബർത്ത്ഡേ കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. ബിരിയാണി ഒക്കെ പാടെ കഴിച്ച് പള്ള ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ പായസം വേണ്ട. എന്നാലും ഒരു ചടങ്ങ് കുറച്ച് മതി. കൊണ്ടുവരേ ചിരിച്ച് നല്ല പ്രസന്നമായിട്ട് ഉഷാറായിട്ട്. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആകുമ്പോ ഒരു മുറിക്കെങ്കിലും കുടിക്കണം. സ്മെല്ല് കാണി ഗിഫ്റ്റ് വേണ്ടേ? എന്താണ് ഗിഫ്റ്റ്? എന്താന്നുള്ളതല്ല, ഗിഫ്റ്റ് എന്നുള്ളതാണ്. അതിന് ഡ്രസ്സായാലും ഒരു പെന്നായാലും ഒരു പെൻസിലായാലും. മോകാക്ക വിളിച്ചിട്ടുണ്ട് മുന്നൂസിന്റെ മോകാക്ക. വേറെ അതൊക്കെ വരുന്നു. അടുത്ത് പിടിച്ചു. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖാണ് സുഖാണ്. കേക്ക് മുറിച്ചോ? പായസം കുടിച്ചിരുന്നേ. പായസം കുടിച്ചിട്ടുള്ളൂ? കേക്ക് എപ്പോ മുറിച്ചില്ലേ? കേക്കൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കി പറഞ്ഞല്ലോ. കേക്ക് മുറിച്ചാലും ആറാമാണ്. ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബർത്ത്ഡേ അന്ന് കേക്ക് കഴിക്കാൻ പാടില്ല, ആറാമാണ്. അല്ലാത്ത ദിവസമൊക്കെ കഴിക്കാം. അപ്പൊ ഇനി ബർത്ത്ഡേ ആയിട്ടൊരു പാട്ട് പാടും. ആള് അവിടെ നിന്നാണ്ട് അങ്ങനെ ബർത്ത്ഡേക്ക് പെർഫോമൻസ് ഒക്കെ വരണം. അതല്ല, പാട്ട് ഏതെങ്കിലും പാട്. ഈ തുമ്മിനി തുമ്മിനി ആയിസൂറാകെ നൂറൊന്നോട് പത്തി വെച്ച് കരയാൻ പാവ ഒന്നോട് ഒൻപുമ്മേ കണ്ണോട് பேசாமே உன்னோடு நான் இருந்து போவேன் அடியாதாரம் அடினா பாச மரோடு நான் இருந்து போக.
അപ്പൊ ബർത്ത്ഡേ ആയിട്ട് നമ്മളെ ഐസമ്മക്ക് എന്താ വേണ്ടി? എനിക്ക് എന്താ ഇഷ്ടമല്ലേ പറയും മുട്ടയാ നമ്മടെ പൊന്നൂസിന് ഇഷ്ടമല്ല എന്താ? എട്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇത്, ഇപ്പോഴും കളിസാമാനം. അയ്യേ കൊണ്ടേ ഹാപ്പി ബർത്ത്ഡേ. എന്താണ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. തർക്ക് കണ്ടില്ല തർക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് അവിടെ ചെയ്യണ്ട്? എന്റെ പാൻസിന് കാണിച്ചു കൊടുക്കും. എന്താ ഡ്രസ് കാണിച്ചാ? പാന്റ് അടുത്തത് ഇതെന്താ? എത്ര ദിവസമായി ന്യൂട്ടല്ല വേണം എന്നറിയണേ. എന്താ ബർത്ത്ഡേ ബോക്സിന്റെ ഉള്ളിലുള്ള സാധനങ്ങള്. എന്നും അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. കൊല്ലത്തിൽ ഒരു ദിവസമൊക്കെ വാങ്ങാം. ഇനി വേറെ സാധനം ഉണ്ടല്ലോ, ഇനി മെമ്പടുത്തുണ്ടോ വേറെ സാധനം? അടുത്ത എന്താ? എന്താണ് ചെയിന്? ഇതാ കൊറേ എനിക്ക് വേണം എല്ലാരെ കൈക്കളെ കാണുമെന്ന് പറഞ്ഞു. ആകെ ഉണ്ടേനത് വെള്ളിൻ്റെതാണ്. അവ എട്ടാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റുകൾ ഒരുപാടായല്ല. സ്കൂളിൽ പോകുമ്പോ സ്വർണ്ണം തൊട്ടുണ്ട് പോയത്. കൈമത്തും കൗത്തും അടിപൊളി. ഞാൻ ഇപ്പച്ചനോ പറയാനുണ്ട് എനിക്ക് അങ്ങനത്തെ വേണം. ഇതിനാ കൊറേ എവിടെ ബർത്ത്ഡേ ഡ്രസ്? ഇവിടെ അങ്ങോട്ടേക്ക് ബർത്ത്ഡേ ഡ്രസ് അതൊന്നും സ്റ്റിക്കർ ഒന്നും അമർത്തിയില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പെട്ടിയല്ല നിങ്ങളെ വെഡിങ് ആനിവേഴ്സറിന്റെ? ഞങ്ങള് വെഡിങ് പെട്ടി. ഇതാണ് നമ്മളെ പെട്ടി. ഇത് എല്ലാത്തിനും തന്നെയാണ് ഈ പെട്ടി തന്നെയാണ്, വേറെ വാങ്ങൂല. ഇതിലിങ്ങനെ സാധനം വെക്കുക. പിന്നെ ഇതൊക്കെ പുതിയ തന്നെയല്ലേ? അതൊക്കെ വെഡിങ് ആനിവേഴ്സറിൻ്റെതാ. പെട്ടി അതേതായാലും ഒക്കെ കണക്ക് തന്നെ. പെട്ടിമുള്ള ഈ കവറ് പുതിയത് ഇതാക്കിയതാണ്. അങ്ങനെ പൊന്നൂസിന്റെ എട്ടാമത്തെ ബർത്ത്ഡേ ചെറിയൊരു ആഘോഷങ്ങളായിട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ശരി, അപ്പൊ നിർത്തല്ലേ വീഡിയോ? അപ്പൊ അത് നമുക്ക് എടുക്കാം. അപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മളിത് പറയാം. അപ്പൊ എട്ടാമത്തെ ബർത്ത്ഡേ. അപ്പൊ എല്ലാരും പൊന്നൂസിന് ഹാപ്പി ബർത്ത്ഡേ പറയാ കമന്റില് അല്ലേ? അപ്പൊ എത്ര ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.